ഹലോ ഫ്രണ്ട്സ്, ഒരു കപ്പ് അരിപ്പൊടിയും 2 പൊട്ടറ്റോയും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി മുറിച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി നമുക്കിതിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് പത്തിരിക്കൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ നമുക്ക് ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ചെറുതായൊന്ന് ചൂട് മാറുമ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം കൈകൊണ്ട് കുറച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്ത 2 ഇടത്തരം പൊട്ടറ്റോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്. ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസായിട്ട് കൈകൊണ്ട് ഉരുട്ടി കൈകൊണ്ട് നന്നായി റോൾ ചെയ്ത് 2 സൈഡും ഇങ്ങനെ വിരൽ കൊണ്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ബോൾസും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഓരോ ബോൾസും നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.